ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ കുറച്ച് ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം 2 മാസം കൊണ്ട് ഈ വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇലക്ട്രിക്കലിൻ്റെയും കുറച്ച് പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സൈറ്റ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ സൈറ്റിലേക്ക് വന്നിക്കുകയാണ്. അപ്പോൾ തിരക്ക് പറയാനുള്ള അത്യാവശ്യം നല്ല രീതിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണ്. വയറിങ് ഉണ്ട്, അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, അതേപോലെ പുറത്തു കൂടിയുള്ള UG കേബിൾ വർക്ക്, സോളാറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4-5 ദിവസമായി ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കൂടിയുള്ള സെൻസർ ലൈറ്റും, അതേപോലെ സ്കേർട്ടിങ് കൂടി. അപ്പോൾ നമ്മളൊരു വീടിൻ്റെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു സ്കേർട്ടിങ് കൂടി ടൈലിൻ്റെ മുകളിൽ കൂടി കുറച്ച് പ്രൊഫൈലും കാര്യങ്ങളും കൊടുത്തിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇവിടുത്തെ സാറിന് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ പാനൽ ബോർഡിൻ്റെ നമ്മൾക്ക് അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പാനൽ ബോർഡ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ, ഉടനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇവിടുത്തെ ഉള്ളിലത്തെ വയറിംഗ് ആണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പുറത്തു കൂടി വരുന്ന UG കേബിളിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വരുന്നത് നമ്മൾ അവിടെ പുറത്തൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ, ചെറുത് പറഞ്ഞാൽ ഒരു അത്യാവശ്യം കുളിക്കാനുള്ള ലെവലിലൊരു സ്വിമ്മിംഗ് പൂൾ. സൈസും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളും നമുക്ക് തന്നിട്ടില്ല. വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഭാഗത്തൊക്കെ സ്കേർട്ടിങ്ങിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. നമ്മൾ അന്ന് പ്രൊഫൈലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ സ്കേർട്ടിങ്ങിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈറ്റായിട്ടോ, അതാണ് കുറച്ച് ലൈറ്റ് വെളിച്ചത്തിൻ്റെ കമ്മിയുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ സ്കേർട്ടിങ്ങിൻ്റെ പോയിന്റ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സ്കേർട്ടിങ് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇത് നല്ല ഭംഗിയാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടൈൽസൊക്കെ എടുത്തു കഴിഞ്ഞാലേ, ടൈൽസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ലൈറ്റാണ്. നമ്മൾ ആ വീട്ടിൽ എത്രത്തോളം ഭംഗി വരും നമുക്ക് ഇത് കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റിയത്. ആ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ലൈറ്റ് തന്നെയാണ്. കാരണം മൊത്തത്തിൽ ആ ലൈറ്റ് വന്നപ്പോൾ ആ ടൈൽസിലേക്ക് മാച്ചായി. കാരണം പിന്നെ അതുമല്ല, നമുക്ക് വേറെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം അത് വെച്ചിട്ട് ഒരുപാട് വെളിച്ചമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഈ സൈഡിൽ ഇടാം, നമുക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കർവ് ചെയ്തിട്ട്, ഇതിപ്പോൾ രണ്ടാമത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടായത്. ആദ്യം തന്നെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈൽസിൻ്റെ എല്ലാ ഗ്യാപ്പും നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ അവിടെ നിന്ന് സിറ്റ് ഔട്ട് തുടങ്ങിയിട്ട് അവിടെ നിന്ന് കർവ് ചെയ്തിട്ട് നേരെ ഈ എൽ ഷേപ്പും കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് അതേപോലെ കർവ് ചെയ്തിട്ട് പോകട്ടോ. അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് സ്കേർട്ടിങ്ങിൽ നമ്മൾ അവിടെ ചെയ്ത് വേറെ രീതിയിലാണ്. കാരണം ഓൾറെഡി സ്കേർട്ടിങ് കൺസീൽഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇല്ല, അത് ഫുള്ള് കൺസീൽഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ടൈപ്പ് പ്രൊഫൈലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫൈൽ വെക്കുന്നതും അതിൻ്റെ ഒക്കെ ഉള്ള വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതിൽ സെൻസർ വരുന്നുണ്ട്. അതായത് സ്റ്റെപ്പിലേക്ക് വരുന്ന സെൻസറാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ചവിട്ടുന്നതനുസരിച്ച് കത്തുന്നൊരു ലൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളിവിടെ രണ്ടാമത് ആഡ് ചെയ്താണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് ഈ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ചെയ്തു വെക്കുക നല്ലത്. ഇതിപ്പോൾ നമുക്ക് രണ്ടാമത് കുത്തിപ്പൊളിച്ച് പാച്ച് വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതും ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മോൾ വരക്ക് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം 32 സെൻസറിൻ്റെ ആണ് പോയിന്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ ലൈറ്റിൻ്റെ. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളിവിടുത്തെ പ്രൊഫൈലൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. കാരണം സ്കേർട്ടിങ്ങിലേക്കുള്ള പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇവിടെ പുട്ടിയൊക്കെ ഇട്ട് കറക്റ്റാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്സിലൊന്നും ഒരക്കെ വേണ്ടുള്ളൂ. നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് മാസ്കിൻ്റെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഈ കാണുന്നതാണ് പ്രൊഫൈല്. തമ്മിൻ്റെ അടുത്താണ് നമ്മളെ പ്രൊഫൈല് വരുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ വരുന്നത്. അപ്പോൾ ചെറിയ പ്രൊഫൈലാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് കേട്ടോ. അതിന് വയറും കാര്യങ്ങളൊക്കെ നമ്മൾ സെൻസറിൻ്റെ വയർ ഇടുന്ന ഭാഗത്ത് തന്നെയാണ് ഡ്രൈവും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇനി അവിടത്തേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ചെയ്യാണ്ട് അവിടെ കുത്തിപ്പൊളിച്ചിട്ടുള്ളൂ. പിന്നെ വേറെ ഇത് നമ്മൾ ഇതുവരെ നിർത്തിയത്, പിന്നെ ക്ലയൻറ്റ് വന്നിട്ട് പറഞ്ഞു അവർക്ക് ഇവിടെയും കൂടിയും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഒരു വയർ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് മൊത്തം അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട്, കാണുമ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ടായി തോന്നും. കാരണം അവർക്ക് പിന്നീട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുട്ടി ഇപ്പോൾ ഉരച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് പുട്ടിയിട്ടൊക്കെ ലെവലാക്കും കേട്ടോ. ഈ കാണുന്ന ഭാഗം പോകും. അപ്പോൾ നമ്മൾ അത് നേരെ അടിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം കൂടി നമ്മൾ കർവ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മെയിൻ എൻട്രൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ കയറി വരുന്ന വഴിക്ക് തന്നെ അവർക്ക് അത് അവിടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീഡിയോസും അവർ ആ സൈറ്റിൽ പോയി കണ്ടോട്ടൊക്കെയാണ് അവർ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു കൊടുത്തത് കേട്ടോ. ഇതിപ്പോൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ എവിടെയും വീഡിയോസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് പലരും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അധികം വീഡിയോസൊന്നും അധികം ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ പുതിയ വീടൊക്കെ വെട്ടുന്നവരാണെങ്കിൽ
നമ്മൾ സീലിങ്ങിൽ പ്രൊഫൈൽ കൊടുക്കുന്ന പോലെ കയറി വരുന്ന ഹാളിൽ, ഡൈനിങ്ങിൽ, ലിവിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. നിങ്ങളെ വീട് ഹൈലൈറ്റ് ആവും. ഒരുപാട് കൊടുക്കണ്ട, ഞാൻ ബെഡ്റൂമിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കാണുന്ന ഭാഗം, കയറി വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ വീട്ടിൽ ചെയ്തിരിക്കുന്നത് സിറ്റിങ്, ലിവിങ്, ഡൈനിങ്, പാസിങ് ഏരിയ, അതേപോലെ ഇതിൻ്റെ അപ്സ്റ്റെയറുള്ള സ്റ്റെയർ കേസ്, അതിൻ്റെ പാസേജ്, കോട്ട് ഔട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഈ കയറി വരുന്ന ഭാഗം. കാരണം രണ്ടാമത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് കുത്തിപ്പൊളിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗം മാത്രം കർവ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സെൻസർ ലൈറ്റിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സെൻസർ ലൈറ്റിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം വരുന്നത് കേട്ടോ. ഇത് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്തേ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. രണ്ടാമത് കുത്തിപ്പൊളിക്കുന്നത് കുറച്ച് പ്രാക്ടിക്കൽ അല്ല. പിന്നെ ശരിക്കും രണ്ടാമത് കുത്തിപ്പൊളിക്കുമ്പോൾ എന്താ, തേപ്പ് കഴിഞ്ഞിട്ട് ഇവർ ലാൻഡിങ് രണ്ടാമതാണല്ലോ സെറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ എത്ര തന്നെ കുത്തിപ്പൊളിച്ചിട്ടാലും ഈ ലാൻഡിങ് വരുമ്പോൾ അളവുകളും വ്യത്യാസം വരും. അപ്പോൾ ലാൻഡിങ് വന്ന വഴിക്ക് പുട്ടിയൊക്കെ ഇടുന്നതിന് മുമ്പ് ഈ സ്റ്റെയർ കേസസ് പണി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ കറക്റ്റ് നമുക്ക് ഈ സെൻസറിൻ്റെ പ്രൊഫൈലിൻ്റെ ലൈറ്റിൻ്റെ കവർ വയർ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോ സെൻസറിൻ്റെ വയറും ഓരോ ഭാഗത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 32 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 32 സെൻസർ ഉണ്ടെങ്കിൽ, നമ്മൾ ലൈറ്റ് ഉണ്ടെങ്കിൽ 32 വയറും, അതായത് 64 വയർ നമ്മൾ ഇവിടേക്ക് എത്തിക്കണം, ഈ താഴ്ഭാഗത്തേക്ക് എത്തിക്കണം. അപ്പോൾ സ്റ്റെപ്പിൻ്റെ വർക്ക് ചെയ്യുന്ന സെൻസർ വർക്കിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. കാരണം വയർ അത്യാവശ്യം വരും. ഇവിടുന്ന് ഏകദേശം ഇപ്പോൾ ഒരു 5-6 റോളിൻ്റെ അടുത്ത് വയറിനായി ടോട്ടൽ എക്സ്പെൻസ് വന്നിരുന്നു. പിന്നെ പൈപ്പ്, ലേബർ കോസ്റ്റ്, ഇതൊക്കെ വരുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്. സെൻസറിന് വരുമ്പോൾ എക്സ്പെൻസ് കൂടും. അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് മാത്രം വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, നമ്മൾ നിർബന്ധിക്കുന്നില്ല. ഈ സെൻസറിന് നമ്മളിവിടെ ഒരു കയറി ചെന്ന വഴിക്ക് തന്നെ കത്താൻ വേണ്ടിയിട്ട് ഒരു 1.25 ഇഞ്ച് പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ സെൻസർ ഫിറ്റ് ചെയ്യുക. 3 വയറായിട്ടിരിക്കുന്നത് കേട്ടോ. ഈ 3 വയർ ഈ സെൻസർക്ക് എത്തിക്കും. അത് മെയിനായിട്ട് നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതായത് സ്റ്റെപ്പിലേക്കുള്ള വയർ മാത്രം ഇട്ടിട്ട് കാര്യമില്ല. സെൻസർ ക്യാച്ച് ചെയ്യാനുള്ള വയർ, അവിടുന്ന് ഒരു ക്യാച്ച് ചെയ്യാനുള്ള ഒരു സെൻസർ വരും. ആ സെൻസറിൻ്റെ 3 വയർ ഈ താഴ്ഭാഗത്തേക്ക് നിർബന്ധമായിട്ടും ഈ വെക്കുന്ന യൂണിറ്റിലേക്ക് എത്തിക്കണം. അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം. നമ്മൾ മറ്റേ ഭാഗം ഫിറ്റ് ചെയ്ത ഭാഗം വീഡിയോ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഈ കാണുന്ന വയറേ, ഇതിവിടെ സ്കേറ്റിങ് വരുന്നുണ്ട്. സ്കേറ്റിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ സ്കേറ്റിംഗ് അല്ല, ഒരു ഹാൻഡ് റീല്, ഒരു വുഡിൻ്റെ ഹാൻഡ് റീല് സൈഡ് കൂടി ലൈറ്റ് വരുന്നുണ്ട്. അതിങ്ങനെ കറവ് ചെയ്തിട്ട് ഈ അറ്റം വരെ പോയിട്ട് മേലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അതും ചെയ്യാണ്ട് അത് അവർ ഹാൻഡ് റീലിൻ്റെ വയർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഹാൻഡ് റീൽ വെക്കുന്ന സമയത്ത് പോയിന്റ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്ന സെൻസറിൻ്റെ വയർ. അപ്പോൾ സെൻസർ അല്ല, സ്റ്റെപ്പിലേക്കുള്ള വയർ. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്ലയൻറ്റ് 2 അഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. പൈതിക്ക് കത്തുന്ന ലെവൽ, അതായത് ഫുള്ള് വേണ്ട, പൈതി മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് വുഡ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് തീരുമാനിക്കും. അപ്പോൾ ഫുള്ളായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കും. ക്ലയൻറ്റ് പറയുന്ന പോലെയാണ്. ഭംഗി ഫുള്ളായി കൊടുക്കുകയാണ്. നമ്മൾ ആ വീട്ടിൽ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ വീട്ടിൽ പൈതിക്ക് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പൈതിക്ക് കൊടുക്കുക പറഞ്ഞാൽ ആ സ്റ്റെപ്പ് പൈതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ അത് ഭംഗിയായി. ഇവിടെ എത്ര പൈതി കൊടുത്താൽ ചിലപ്പോൾ ഭംഗി വരില്ല. നമ്മൾ ഫുൾ തന്നെ ക്ലൈൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ക്ലൈൻറ്റ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ വയറൊക്കെ വന്നിട്ടേ നമ്മളിവിടെ ഒരു ഐഡിയ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കയറി വന്നു, സെൻസർ ഇവിടെ സ്റ്റെപ്പ് കത്തിയപ്പോൾ എന്തൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇത്രയും ഭാഗം പാസേജാണ് കേട്ടോ. ഇത്രയും ദൂരം പാസേജ് ആയതുകൊണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ കയറി വരുമ്പോൾ ഇവിടുന്ന് ചവിട്ടി കയറി പോകുന്ന സമയത്ത് സ്റ്റെപ്പ് അവിടെ കത്തി തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ കാണുന്ന ഭാഗം കണ്ടോ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഒരു ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് സെൻസർ ഓരോ പ്രൊഫൈൽ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ പോണ ഭാഗത്ത് ഇങ്ങനെ കത്തിക്കൊണ്ട് പോകും. അതായത് ഇവിടുന്ന് വെളിച്ചം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അത് നല്ലൊരു ഭംഗിയായിരിക്കും. അല്ലാതെ നമുക്കൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 2 സെൻസർ വേണം. അതായത് 2 പാനൽ സെൻസർ വേണം. അതിലേക്ക് പോകുമ്പോൾ പിന്നെ എക്സ്പെൻസ് കൂടും. നമുക്ക് ഇവിടെ ഒരു സെൻസർ വെച്ച് കൊടുക്കണം. അപ്പോൾ അവിടുന്ന് കയറി വരുമ്പോൾ അവിടെ കട്ട് ഓഫ് ആവും, അവിടെ സെൻസറായി കട്ട് ഓഫ് ആവും. അപ്പോൾ ഒരുപാട് എക്സ്പെൻസ് ആവും. ഇതാകുമ്പോൾ ഒന്നുകൂടി ഭംഗിയാവും. കാരണം ഈ കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ പോകുന്നതിനനുസരിച്ചിട്ട് ആ സ്റ്റെപ്പ് കത്തി പോകും. നമ്മൾ ലാൻഡിങ്ങിൻ്റെ അതേപോലെ തന്നെ നമുക്ക് ഫീൽ കിട്ടും ചെയ്യും കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിലും കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോയിട്ടുണ്ട്. ഇവിടുന്ന് സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. മൊത്തം 20ഓളം സ്റ്റെപ്പുകളാണ് ഇവിടെ ടോട്ടലായിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ സെൻസർ വയർ 3 വയർ ഇവിടെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഈ 3 വയറാണ് സെൻസറിൻ്റെ വയർ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താഴ്ഭാഗത്തേക്ക് എത്തിക്കേണ്ട മെയിൻ 3 വയറാണ്. ഇത് നമ്മൾ ഫസ്റ്റത്തെ ഇവിടെ വരുന്ന ലാൻഡിങ് വരുന്നുണ്ട്. ഇവിടെ ലാൻഡിങ് വരുന്നുണ്ട്. ഈ ലാൻഡിങ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ലാൻഡിങ് കണ്ട് കയറി ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് പ്രൊഫൈൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ വെളിച്ചം കെട്ടിന്ന് വരില്ല. അപ്പോൾ പകുതിയോളം ഈ ഡ്രൈവിൽ നിന്നും പോകും, പകുതിയോളം ആ ഡ്രൈവിൽ നിന്ന് പോകും. അപ്പോൾ രണ്ട് ഡ്രൈവായിട്ടാണ് ലാൻഡിങ്ങിനുള്ള ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കത്തിക്കഴിഞ്ഞാലേ അപ്പോൾ ആ സ്റ്റെപ്പ് അവിടുന്ന്
നമ്മൾ അവിടെ നിന്നാണ് സെൻസർ. ഇപ്പോൾ ഒരാൾ മുകളിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് സെൻസർ കത്തിക്കൊണ്ട് പോകണം, സെൻസർ ലൈറ്റ് കത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവിടുന്ന് കത്തി പോകുന്ന സമയത്ത് ഈ പോകുന്ന വഴിക്ക് ഓരോ ഗ്യാപ്പിട്ട് കത്തും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അതേപോലെ അത് കെട്ടുകൊണ്ടിരിക്കും. നമുക്ക് പോയി കഴിഞ്ഞാൽ അവസാനം അടിക്കത്തിന് മുമ്പ് കെട്ടുകൊണ്ടിരിക്കും. ഇവിടുന്ന് അതേപോലെ കയറി വരികയാണെങ്കിൽ അത് ഇതേപോലെ കത്തിയിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ സെൻസറിൻ്റെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ സെൻസറിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, നമുക്ക് വെറുതെ പോയിന്റ് ഇട്ടിച്ചൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റെയർ കേസിൽ സെൻസറിൻ്റെ വയർ എങ്ങനെ ഇടാം എന്നുള്ള കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പലർക്കും സെൻസറിൻ്റെ വയറിങ് ഇടുമ്പോൾ കുറേ ഡൗട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന വയർ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ വയർ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നും 1 mm വയറല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൽ 1 mm വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രിപ്പ് ഒട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 0.75, അതായത് 0.75 വയറും അതേപോലെ 0.5 വയറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 0.75 0.5 വയറാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ സ്പീക്കർ വയർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ 0.75 വയർ, അപ്പോൾ അവിടെ നിന്നുള്ള വയർ കംപ്ലീറ്റ് നമ്മൾ 0.75 ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡ്രൈവ് കൂടുതൽ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വണ്ണം കുറച്ച് കൂടിയുള്ള വയർ ഇടണം. വണ്ണമും വേണ്ട, 0.75 വയർ ഇടുക. അവിടുന്ന് നമ്മൾ സ്പീക്കർ വയർ ഇട്ടിട്ടുണ്ട്. സ്പീക്കർ വയറും 0.75 വയറാണ്. നല്ല കോപ്പർ അപ്പാറിൻ്റെ വയറാണ് കേട്ടോ. അത് ലോക്കൽ വയറൊന്നല്ല, നല്ല അധികം നല്ല ക്വാളിറ്റിയുള്ള വയറാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കർ വയറാണ് ഇട്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ 0.5, അതായത് 0.5 പറഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഏറ്റവും അവസാനത്തെ സ്റ്റേജ്. അപ്പോൾ 0.5 എന്ന് പറയുമ്പോൾ അതും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ കമ്പി ഒന്നുമില്ല കേട്ടോ. നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റിയ കമ്പി തന്നെയാണ്. ഇതാണ് 0.5 വയർ കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റെപ്പിന് നമ്മൾ വ്യത്യസ്തത്തിലുള്ള വയറാണ് ഇവിടെ നമ്മൾ കൊടുന്ന് നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വീടിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ആയിരിക്കും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം ഉണ്ടോ, ഈ കാണുന്ന ഭാഗത്ത് ഒരു പൂള് വരുന്നുണ്ട്. ഒരു അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു പൂളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൂളും കാര്യങ്ങളൊക്കെയാണ് എഞ്ചിനീയർ വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാണ്ട് നമ്മളിവിടെ ഈ സൈഡിലാണ് നമുക്ക് KSE മീറ്റർ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് വരുന്നത് കേട്ടോ. അതായത് അത് ഞാൻ വെക്കുന്ന ഭാഗത്ത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ സോളാർ വരും, ഈ പൂളിൻ്റെ ഒരു ഓട്ടോമേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വീഡിയോസിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.